കേന്ദ്ര ബജറ്റിൽ വയനാട് ദുരന്ത ബാധിതരെ അവഗണിച്ചതിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ. രാജ്യത്ത് ഒരു ജനതയോടും ചെയ്യരുതാത്ത ക്രൂരതയാണ് ബജറ്റിലൂടെ കേന്ദ്രം ചെയ്തതെന്ന് മന്ത്രി. മാള ഡിസോൺ കലോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചേർപ്പ് SHOക്ക് സസ്പെൻഷൻ. KO പ്രദീപിനെയാണ് സസ്പെൻഡ് ചെയ്തത്. KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിലാണ് നടപടി. അപകടക്കെണിയായി നടുവിലാൽ ജംഗ്ഷനിൽ മാൻഹോളിന്റെ സ്ലാബ് തകർന്ന നിലയിൽ. തകർന്ന സ്ലാബ് മാറ്റാൻ അധികൃതർ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് പണി പൂർത്തിയാക്കിയ തിരുവല്ലുവാമലയിലെ സർക്കാർ അതിഥി മന്ദിരം നോക്കുകുത്തിയായി മാറുന്നു. 20 വർഷം മുൻപാണ് അഗതി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. സീനിയേഴ്സ് നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കുന്നംകുളത്ത് പുരോഗമിക്കുന്നു. ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിൽ വയനാട് ദുരന്ത ബാധിതരെ അവഗണിച്ചതിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട്ടിൽ പണം അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, വയനാടിനെ ഒന്ന് പരാമർശിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഒരു ജനതയോട് നടത്തുന്ന ക്രൂരമായ ഇടപെടലിന്റെ ഭാഗമാണിതെന്നും മന്ത്രി TCVയോട് പറഞ്ഞു. രാജ്യത്ത് ഒരു ജനതയോടും ചെയ്യരുതാത്ത ക്രൂരതയാണ് ബജറ്റിലൂടെ കേന്ദ്രം ചെയ്തത്. കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ചൂരൽമലയിലുണ്ടായത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടെത്തി പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ ഒന്ന് ചൂരൽമലയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ചൂരൽമലയിലെ ജനങ്ങളോട് കാണിച്ചത് നിരാശാജനകമെന്ന വാക്കിൽ അവസാനിപ്പിക്കാനാകില്ല. കേരളം കണ്ട സമാനതകളില്ലാത്ത ക്രൂരതയാണ്. അതിതീവ്രമായിട്ടുള്ള ദുരന്തമുണ്ടായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിച്ചു. IMCTയുടെ നേരിട്ടിട്ടുള്ള സംഘമെത്തി ഇത് അതിതീവ്രമായിട്ടുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചു. ആ ദുരന്തത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും നടത്തിയില്ല. അതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഭവം. കേരളത്തിനോട് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ഈ ക്രൂരതയ്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ കോടതിയിൽ വിധിയുണ്ടാകും. അതിൽ കേന്ദ്രത്തിൽ പോകുന്നവരൊക്കെ ഏത് പൊസിഷനിലിരുന്നാലും അവർ പ്രതികരിക്കുന്നത് ഈ കേരളത്തെയാണെന്ന് മറക്കരുത്. അവർ മലയാളിക്ക് വേണ്ടിയാണ് പോകുന്നത് എന്ന് മറക്കരുത്. ബജറ്റുമായി ബന്ധപ്പെട്ട തൃശൂർ MP കൂടിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഉചിതമല്ല. കേരളത്തിന് കിട്ടിയ ഫണ്ടുകളെല്ലാം ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി ബജറ്റിലൂടെ സംസ്ഥാനത്തിന് എന്ത് നൽകിയെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണമെന്നും രാജൻ ആവശ്യപ്പെട്ടു. ഒരു സഹമന്ത്രിയുള്ള കേരളത്തിൽ 2 സ്ഥലമേ ഉള്ളൂ. അതിൽ നിന്ന് ജയിച്ചു പോയൊരു സഹമന്ത്രി, വോട്ട് ചെയ്ത് ജയിക്കപ്പെട്ടൊരു സഹമന്ത്രി ഇവിടെ നിന്നാണ്. അദ്ദേഹം തന്നെ വാഗ്ദാനങ്ങളുടെ നിരത്തിയിരുന്നു. ഇനിയിപ്പോൾ അനുബന്ധങ്ങളിൽ ഏതെങ്കിലും ഉൾപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം വെളിപ്പെടുത്തുമായിരുന്നു. അദ്ദേഹം കൂടി വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ തൃശ്ശൂരിനൊന്നും കിട്ടിയില്ല. അതിൽ ദുഃഖമാണുള്ളത്, കടുത്ത ദുഃഖമാണ്. എങ്ങനെ പണം കിട്ടിയാലും തൃശ്ശൂർ നന്നാകണം എന്നാണ് തൃശ്ശൂർക്കാരുടെ ആഗ്രഹം. അപ്പോൾ അത് തൃശ്ശൂരിനോടും കേരളത്തിനോടുമുള്ള പൊതു അവഗണനയിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഒല്ലൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ തഹസിൽദാരെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഏറ്റെടുപ്പിനുള്ള മാർക്കിംഗ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തുടർ നടപടികൾക്കായി 10 അംഗ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ മാർക്കിംഗ് നടപടികൾ ആരംഭിച്ചു. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഒരു ലാൻഡ് അക്വസിഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തി അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് നിശ്ചയിച്ചിരുന്നു. ഏറ്റവും വേഗതയിലാണ് പ്രഖ്യാപിച്ച് 1 മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ പൂർണ്ണമായ ഭൂമി ആർക്കും പ്രയാസം ഉണ്ടാകാത്ത വിധത്തിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് തന്നെ ഏറ്റെടുക്കൽ നടപടികൾ 2025 തന്നെ പൂർത്തിയാക്കി നമ്മുടെ റോഡ് നിർമ്മാണത്തിലേക്ക് പോകും. TCV ന്യൂസ്, തൃശൂർ. മാള ഡിസോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചേർപ്പ് SHOയെ സസ്പെൻഡ് ചെയ്തു. KO പ്രദീപിനെയാണ് സസ്പെൻഡ് ചെയ്തത്. SFI KSU സംഘർഷത്തിൽ പങ്കാളികളായ KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിലാണ് നടപടി. ആംബുലൻസ് യാത്ര സെൽഫി എടുത്ത് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതോടെ വിഷയം ഏറെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസ് തന്നെയാണെന്ന ആക്ഷേപം ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് ചേർപ്പ് SHOയ്ക്ക് എതിരെ പരാതി ഉയരുന്നതും സസ്പെൻഷൻ ഉണ്ടാകുന്നതും. സംഘർഷത്തിൽ നിരവധി SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. അപകടക്കെണിയായി നടുവിലാൽ ജംഗ്ഷനിൽ മാൻഹോളിന്റെ സ്ലാബ് തകർന്ന നിലയിൽ.
നടുവിലാൽ ജംഗ്ഷനിലുള്ള മാൻഹോളിന്റെ തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് സ്ലാബാണ് അപകടക്കെണിയായിരിക്കുന്നത്. നേരത്തെ ഇതേ മാൻഹോളിൽ കമ്പി പൊന്തി നിൽക്കുന്ന അപകട സാഹചര്യം ഉണ്ടാവുകയും TCV വാർത്തയെ തുടർന്ന് കോർപ്പറേഷൻ അധികൃതർ പരിഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ സ്ഥലത്ത് സ്ലാബ് തകർന്ന അവസ്ഥയാണ്. കൂടാതെ 2 കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കുള്ള സീബ്ര ലൈനുകൾ മാഞ്ഞുപോയതിനാൽ പലപ്പോഴും യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നത് ഇതേ മാൻഹോളിന്റെ സ്ലാബ് കടന്നാണ്. ദിനംപ്രതി നിരവധി വാഹനങ്ങളും യാത്രക്കാരുമാണ് ഈ വഴി കടന്നുപോകുന്നത്. ഏത് നിമിഷവും സ്ലാബ് പൂർണ്ണമായും തകരാൻ സാധ്യതയുണ്ട്. തകർന്ന സ്ലാബ് മാറ്റാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ലക്ഷങ്ങൾ ചിലവഴിച്ച് പണി പൂർത്തിയാക്കിയ തിരുവല്ലുവാമലയിലെ സർക്കാർ അതിഥി മന്ദിരം നോക്കുകുത്തിയായി മാറുന്നു. 20 വർഷം മുൻപാണ് അഗതി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള അതിഥി മന്ദിരം ഇന്ന് സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതിഥി മന്ദിരത്തിൽ ഇതുവരെ ഒരു അതിഥി പോലും താമസത്തിനായി വന്നിട്ടില്ല. സർക്കാർ സംവിധാനത്തിലെ പണി കഴിപ്പിച്ച ഈ അതിഥി മന്ദിരം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ക്ഷേത്ര ദർശനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി തിരുവില്ലാമലയ്ക്ക് പുറമേ നിന്നും വരുന്നവർക്ക് ആശ്രയമാകേണ്ടിയിരുന്ന കെട്ടിടമാണ് നശിച്ചു കിടക്കുന്നത്. കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർന്ന രീതിയിലും സീലിംഗ് അടർന്നു വീണും ശോചനാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന കെട്ടിടം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വില്ലാദ്രിനാഥ ഏകാദശി മഹോത്സവത്തിന് മുന്നോടിയായെങ്കിലും ഈ അതിഥി മന്ദിരം തുറന്നു നൽകണമെന്ന് പൊതുപ്രവർത്തകരായ ഷീല പണിക്കർ പറഞ്ഞു. ഈ അതിഥി മന്ദിരം 2 പതിറ്റാണ്ടായി ഇത് പണി കഴിപ്പിച്ചിട്ട് നിർഭാഗ്യവശാൽ ഈ അതിഥി മന്ദിരത്തിന് ഒരു അതിഥിയെ പോലും ആതിഥ്യമരുളാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാ അമ്പലങ്ങളും സമുച്ചയമായി ഇവിടെ ഉള്ളപ്പോൾ ഒരു അതിഥിക്ക് താമസിക്കാൻ പോലും പറ്റാതെ 20 വർഷക്കാലമായി ഇത് ശോചനീയ അവസ്ഥയിലാണ്. ഈ അതിഥി മന്ദിരം ഉപയോഗപ്രദമാക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തിരുവല്ലാമല പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷയാണുള്ളത്. അതിഥി മന്ദിരം പ്രവർത്തന സജ്ജമായാൽ വില്ലാദ്രിനാഥ ക്ഷേത്രം, ഷിർദി സായിബാബ ക്ഷേത്രം, കൊച്ചു പറങ്ങോട്ടുകാവ് ക്ഷേത്രം, പാമ്പാടി ഐവർമഠം എന്നിവിടങ്ങളിൽ വരുന്നവർക്ക് തങ്ങാനൊരു ആശ്രയമായി മാറും ഇവിടം. TCV ന്യൂസ്, ചേലക്കര. സീനിയേഴ്സ് നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കുന്നംകുളത്ത് തുടരുന്നു. മാസ്റ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ 3ാം ദിവസമായ ഇന്ന് ഹഡിൽസ്, 200, 300, 400 മീറ്റർ ഓട്ട മത്സരം, 400 മീറ്റർ റിലേ എന്നീ മത്സരങ്ങൾ നടന്നു. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1000-ലധികം പുരുഷ വനിതാ മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും. കേരളത്തിൽ ഇന്നും നാളെയും താപനില ഉയർന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മാള പഞ്ചായത്തിൽ പൊതുശ്മശാനത്തിന് സ്ഥലം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സഞ്ചരിക്കുന്ന ക്രിമിറ്റോറിയം ഒരുക്കാൻ പദ്ധതി വരുന്നു. ക്രിമിറ്റോറിയത്തിന് വേണ്ടി 8 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. വികസന ഫണ്ടിൽ നിന്നും 5ഉം തനത് ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത്. കൂടാതെ മൊബൈൽ ക്രിമിറ്റോറിയത്തിനായി വാഹനം വാങ്ങുന്നതിന് 15 ലക്ഷവും അനുവദിച്ചു. മൊബൈൽ ഫ്രീസറിന് 1.5 ലക്ഷവും ക്രിമിറ്റോറിയം ജീവനക്കാർക്ക് വേതനത്തിനായി 2 ലക്ഷത്തിൽ പരം രൂപയും അനുവദിച്ചിട്ടുണ്ട്. മൊബൈൽ ക്രിമിറ്റോറിയം അനിവാര്യമായതിനാലാണ് പദ്ധതി ആവിഷ്കരിച്ചതെന്നും സ്ഥലം ലഭ്യമായാൽ ആധുനിക ശ്മശാനം നിർമ്മിക്കുന്നത് പരിഗണിക്കുമെന്നും മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ ഒരു മരണം നടന്നാൽ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്കത് നടത്താൻ സാധിക്കില്ല. മറ്റുള്ള പഞ്ചായത്തുകളെ ആശ്രയിച്ച് അവർ തരുന്ന സമയത്താണ് നമ്മൾ ബോഡി സംസ്കരിക്കുന്നത്. ആ ജനങ്ങളുടെ വിഷമതകളും ദുരിതങ്ങളും കണ്ടുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ മൊബൈൽ ക്രിമിറ്റോറിയവും മൊബൈൽ ഫ്രീസറും വാങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണത്. മൃതദേഹ സംസ്കാരത്തിനായി പൊതുശ്മശാനങ്ങളില്ലാത്ത മാള പഞ്ചായത്തിൽ ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഈ പദ്ധതി. അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത്. മാളയിൽ നിന്ന് ഇപ്പോൾ കൊരട്ടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലേക്കാണ് മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നത്. സ്വന്തം പഞ്ചായത്തിൽ സൗകര്യമുണ്ടായാൽ കുറഞ്ഞ ചെലവിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയും. ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സഞ്ചരിക്കുന്ന ക്രിമിറ്റോറിയം ഉപയോഗിക്കാൻ കുറഞ്ഞ സ്ഥലം മാത്രമാണ് ആവശ്യമുള്ളത്. മൃതദേഹ സംസ്കാരം പൂർത്തീകരിക്കാൻ 1 മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ.
ഒരു മൃതദേഹം സംസ്കരിക്കാൻ ശരാശരി 10 കിലോ ഗ്യാസാണ് ആവശ്യമുള്ളത്. പ്രകൃതി സൗഹൃദമായ ഈ ക്രിമിറ്റോറിയം സ്വന്തമായി സ്ഥലമില്ലാത്തവർക്കും പ്രയോജനപ്പെടും. TCV മാള. വടക്കാഞ്ചേരി ഷൊർണൂർ റോഡിൽ വാഴക്കോട് കാർ ഇടിച്ച് പുള്ളിമാൻ ചത്തു. 2 വയസ്സ് പ്രായമായ പുള്ളിമാനാണ് കാറിടിച്ചു ചത്തത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. റോഡിലൂടെ പോവുകയായിരുന്ന വാഹനത്തിന് മുന്നിലേക്ക് പുള്ളിമാൻ ചാടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. അപകടത്തിൽ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പൂങ്ങോട് സ്റ്റേഷനിൽ നിന്നും ഡെപ്യൂട്ടി റേഞ്ചർ മനോജ് ദാമോദരന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചു. ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ മിഥുന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി മാനിന്റെ ജഡം സംസ്കരിച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അബ്ദുൾ റഹീം, S. ഷിബു, KB രാജേഷ്, വാച്ചർ ബാലകൃഷ്ണൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മുകേഷ് MLA-ക്കെതിരെ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മുകേഷിനെതിരായ ഡിജിറ്റൽ സാഹചര്യ തെളിവുകൾ അടക്കം അടങ്ങുന്നതാണ് കുറ്റപത്രം. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തിരുന്നത്. താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. നേരത്തെ മുകേഷിനെതിരെ തൃശൂർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 2011 സിനിമാ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗികാതിക്രമം കാട്ടി എന്നായിരുന്നു നടിയുടെ പരാതി. പ്രത്യേക അന്വേഷണ സംഘം വടക്കാഞ്ചേരി കോടതിയിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. കേച്ചേരിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പൂജ സ്റ്റോർ ഉടമ ചിറനല്ലൂർ സ്വദേശി തസ്വീറിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചാക്കുകളിലായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് ആണ് പിടികൂടിയത്. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേശൻ പിള്ള, ജിതിൻ, NK സതീഷ് തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും താലികെട്ടിനും അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. അവധി ദിനമായതും മുഹൂർത്തമുള്ള ദിവസമായതുമാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. 215 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയത്. തിരക്ക് കണക്കിലെടുത്ത് ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനത്തിനും സമയബന്ധിതമായി താലികെട്ട് നടത്താനും ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പുലർച്ചെ 5 മണി മുതലാണ് വിവാഹങ്ങൾ ആരംഭിച്ചത്. ഇതിനായി 5 വിവാഹ മണ്ഡപങ്ങളാണ് ഒരുക്കിയത്. ഓരോ വിവാഹ സംഘത്തിലെയും 24 പേരെ മാത്രമാണ് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചത്. വിവാഹത്തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിനുള്ള വരി വടക്കേ നടയിലേക്ക് മാറ്റിയിരുന്നു. പുലർച്ചെ നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. തിരക്ക് നിയന്ത്രിക്കാനായി കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെയും പോലീസിനെയും നിയോഗിച്ചിരുന്നു. തൃശൂർ വാടാനപ്പള്ളി റോഡിൽ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴി തടഞ്ഞ് സ്വകാര്യ ബസ്സുകൾ. ബ്ലോക്കിൽ എതിർദിശയിലൂടെ മറ്റ് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തു വന്ന ബസ്സുകളാണ് ആംബുലൻസിന്റെ വഴി മുടക്കിയത്. ഇതേ തുടർന്ന് 5 മിനിറ്റോളം ആംബുലൻസ് കുടുങ്ങി. അണ്ടർ-19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. തുടർച്ചയായ 2ാം തവണയാണ് ഇന്ത്യ ലോക ജേതാക്കളായത്. 2019 ശേഷം തൃശൂർ ജില്ലാ ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ ആർമിയിലേക്കുള്ള അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലി കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫെബ്രുവരി 7 വരെ തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് റാലി നടക്കുന്നത്. റിക്രൂട്ട്മെന്റിന്റെ ആദ്യ ദിനം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 284 പേരാണ് പങ്കെടുത്തത്. ഇതിൽ 122 പേർ കായികക്ഷമതാ പരീക്ഷ വിജയിച്ചു. റാലിക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. റാലിക്ക് അതിവിപുലമായ സജ്ജീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാട്ടെഴുത്തിന്റെ ചരിത്രകാരനെ കാണാൻ പാട്ടെഴുത്തുകാരനെത്തി. പാട്ടും ഓർമ്മകളും കവിതകളുമൊക്കെയായി ഇരുവരുടെയും കൂടിച്ചേരൽ മണിക്കൂറുകൾ നീണ്ടു. മലയാള സിനിമയിലെ പാട്ടുകളുടെയും പാട്ടിന്റെ ശില്പികളുടെയും ചരിത്രം തുടർച്ചയായി 365 ദിവസങ്ങൾ എഴുതി ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ചന്ദ്രാപിന്നി സ്വദേശി സതീഷ് കുമാർ വിശാഖപട്ടണത്തിനെ കാണാനാണ് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് എത്തിയത്. പാട്ടുകളുടെയും പാട്ടിന്റെ ശില്പികളുടെയും ചരിത്രം ഉൾപ്പെടുത്തിയ ലേഖന പരമ്പരയായ പാട്ടോർമ്മകൾ at 365
മനോഹരമായ ലേ ഔട്ടുകളോടെ രേഖപ്പെടുത്താൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമാണെന്ന് റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. ഓരോ പാട്ടുകളും അതിന്റെ ചരിത്രം ഇഴകീറി പരിശോധിച്ച് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ അത്തരം പാട്ടുകൾ എന്നും സംഗീതാസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്നും റഫീഖ് അഹമ്മദ് വിലയിരുത്തി. പാട്ടോർമ്മകൾ എന്നുള്ള ഈ സംരംഭം ഇതൊരു സാധാരണ രീതിയിൽ വേണമെങ്കിൽ ഒരു ഹോബി എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും, പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് മലയാളത്തിലെ ചലച്ചിത്രഗാന ശാഖയുടെ നാൾ വഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാവിയിൽ പക്ഷേ ചരിത്രപരമായിട്ട് തന്നെ ഒരു ആളുകൾ അന്വേഷിച്ചു വരാൻ സാധ്യതയുള്ള ഒരു നല്ല ഒരു പ്രവർത്തനം കഴിഞ്ഞു പോകുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിൽ ഒന്നായ സ്വച്ഛ് സർവേക്ഷനെ വരവേൽക്കാനായി വടക്കാഞ്ചേരി നഗരസഭയിൽ സ്വച്ഛ് ഗാർഡൻ ഒരുങ്ങി. കേന്ദ്ര നഗര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് സർവേ നടത്തുന്നത്. കുറാഞ്ചേരിയിലാണ് സ്വച്ഛ് പൂന്തോട്ടവും വാട്ടർ ഫൌണ്ടേഷനും ഒരുക്കിയിട്ടുള്ളത്. കുറാഞ്ചേരി റോഡിനോട് ചേർന്ന് 2500 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് കൌതുകകരമായ ഇരിപ്പിടങ്ങളും അലങ്കാര ലൈറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. നാട്ടുകാർക്ക് സായാഹ്ന നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് സൌകര്യമൊരുക്കിയിരിക്കുന്നത്. ഐ ലവ് വടക്കാഞ്ചേരി എന്ന സെൽഫി പോയിന്റ് സന്ദർശകരെ ആകർഷിക്കുന്നതാണ്. സ്വച്ഛ് ഗാർഡനിന്റെ ഉദ്ഘാടനവും വാട്ടർ ഫൌണ്ടേഷൻ സ്വിച്ച് ഓൺ കർമ്മവും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ജമീലാബി, CV മുഹമ്മദ് ബഷീർ, വാർഡ് കൌൺസിലർ SP ഐശ്വര്യ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ എന്നിവർ സംസാരിച്ചു. വെള്ളറക്കാട് ഇടവകയിലെ 3 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം കൊഴുക്കുള്ളി ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഫാദർ നവീൻ മുരിങ്ങാത്തേരിക്ക് യാത്രയയപ്പ് നൽകി. NV ആന്റണി മാസ്റ്റർ, റീബ ബാബു, ബ്രദർ ബിജോയ്, സിസ്റ്റർ ഭവ്യ എന്നിവർ സംസാരിച്ചു. കൈക്കാരന്മാരായ PP ജോസ്, NP സേവി, NJ ജെമി, PB ലൈജോ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി നെല്ലുവായ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി വേലയോടനുബന്ധിച്ച് മുല്ലയ്ക്കൽ നാടക സംഘത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് എന്ന നാടകം അരങ്ങേറി. നാടകസംഘത്തിന്റെ 1ാമത്തെ കലോപഹാരത്തിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് ലങ്കാലക്ഷ്മി നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം TK മനോജ് കുമാർ അധ്യക്ഷനായി. പ്രസിഡന്റ് KA ഷാജി, സെക്രട്ടറി സുശാന്ത് നെല്ലുവായ്, TK ശിവൻ, ഉണ്ണികൃഷ്ണൻ, KB കമൽ എന്നിവർ സംസാരിച്ചു. തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്ത് വിജയഗാഥ രചിച്ച് സഹോദരങ്ങൾ വലപ്പാട് പാട്ടുകുളങ്ങര സ്വദേശികളായ നരിക്കുഴിപ്പറമ്പിൽ ത്വാഹ, സുമയ്യ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയാണ് മികച്ച വിളവ് നൽകിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ 60 സെന്റ് സ്ഥലത്താണ് ഇവർ കൃഷി ഇറക്കിയത്. പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, വെണ്ട, തക്കാളി, ചീര, മത്തൻ, വെള്ളരി തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. മികച്ച രീതിയിൽ പരിചരിച്ചതോടെ നല്ല വിളവാണ് ഇവർക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പൊട്ടുവെള്ളരി വിളവെടുത്ത് വിൽപ്പന നടത്തിയിരുന്നു. വലപ്പാട് കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയതെന്ന് സുമയ്യ പറഞ്ഞു. നമ്മൾ കൃഷി എന്നുള്ളതൊരു പാഷനായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഞാൻ ചെറിയ ചെറിയ രീതിയിൽ വീട്ടിൽ കൃഷി ചെയ്യാറുണ്ട്. ഇങ്ങനെ വിപുലമായിട്ട് ആദ്യമായിട്ടാണ്. നമുക്ക് സ്ഥലമില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ ഉടമയെ വിളിച്ചപ്പോൾ അവർ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു, സ്ഥലം തന്നു. ഞാനും എൻ്റെ ആങ്ങളെയും കൂടിയിട്ടാണ് ചെയ്യുന്നത്. വലിയൊരു ടാസ്ക് ആയിരുന്നു കൃഷി തുടങ്ങിയപ്പോൾ. ഇതെങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇതിലേതിലാണ് വിജയം കാണുക എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. അടുത്ത വർഷം എന്തായാലും വിപുലമായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കേരള നഗരനയ കമ്മീഷൻ പുതുതലമുറയിലെ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിന് തിങ്കളാഴ്ച ശക്തൻ സ്റ്റാൻഡിൽ സ്റ്റുഡൻസ് കൌൺസിൽ സംഘടിപ്പിക്കും. കേരള നഗരനയ കമ്മീഷൻ അടുത്ത 25 വർഷത്തേക്ക് ഉള്ള നഗരനയം രൂപീകരിക്കുന്നതിന് യുവജനങ്ങളും കുട്ടികളുമായി ആശയവിനിമയം നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥി കൌൺസിൽ നടത്തുന്നത്. കില നഗരനയ സെല്ലും യൂണിസെഫും തൃശൂർ കോർപ്പറേഷനും സംയുക്തമായിട്ടാണ് വിദ്യാർത്ഥി കൌൺസിൽ സംഘടിപ്പിക്കുന്നത്. അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ വിദ്യാർത്ഥി കൺസൾട്ടേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിക്കും. മേയർ MK വർഗീസ് വിദ്യാർത്ഥികളുമായി സംവാദം നടത്തും. മലയാള സിനിമാ പ്രേക്ഷകരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ കൊച്ചിൻ ഹനീഫയുടെ ഓർമ്മകൾക്ക് 15 വയസ്സ്. എത്ര പേരെ ഇടിച്ച് ചോര തുപ്പിച്ച കൈയാണെന്നറിയത്.
നമ്മുടെ ചത്തുപോയി കീരിക്കാടൻ ജോസും ഞാൻ തമ്മിൽ പല പ്രാവശ്യം മുട്ടിട്ടുണ്ടല്ലോ. എന്റെ മേലൊന്ന് പോറിയിട്ടില്ല. ഓടിയിട്ടുണ്ടാവും. ഓട് ഹൈദ്രോസിന്റെ ചരിത്രത്തിലില്ല. മിമിക്രിയിലൂടെ അഭിനയ രംഗത്തെത്തി. അഴിമുഖം എന്ന ചിത്രത്തിലൂടെ നടനായി അരങ്ങേറ്റം. പ്രതിനായക വേഷങ്ങളിലൂടെ തുടക്കം. പിന്നീട് ഹാസ്യ സിനിമകളുടെ അമരത്തേക്ക്. ചെങ്കോലിലെ ഹൈദ്രോസ്, പഞ്ചാബി ഹൌസിലെ ബോട്ടുടമ ഗംഗാധരൻ, CID മൂസയിലെ വിക്രമൻ തുടങ്ങിയ കൊച്ചിൻ ഹനീഫ അനശ്വരമാക്കിയ നർമ്മരസങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ബോഡി ഡെഡ് ബോഡി ആവുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ഈ കൈ കൊണ്ട് എത്ര പ്രാവശ്യം പഴങ്കഞ്ഞിയും കാന്താരി മുളകും ഞെരടി തന്നതാണ്. ഒരു പ്രാവശ്യം എന്റെ കണ്ണിൽ തെച്ചു ദുഷ്ടത്തി. വെറുതെ ഇങ്ങനെ കിടക്കണേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. സ്വതസിദ്ധമായ ശൈലിയിൽ ലഭിച്ച എല്ലാ വേഷങ്ങളും മനോഹരമാക്കി പ്രേക്ഷകരെ രസിപ്പിച്ചു. ഹാസ്യവേഷങ്ങൾ മാത്രമല്ല, സൂത്രധാരൻ എന്ന ചിത്രത്തിലെ മണിയെപ്പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലും അഭിനയ പാടവം തെളിയിച്ചു. വാത്സല്യം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് ആ രംഗത്തും കയ്യടി നേടി. ഭീഷ്മാചാര്യ, ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്ക് എന്നിവയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റ് സിനിമകൾ. മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങിയ ഭാഷകളിലായി 300ഓളം സിനിമകളിൽ അഭിനയിച്ചു. കമലഹാസനൊപ്പം അഭിനയിച്ച മഹാനദിയിലെ പ്രകടനം ദക്ഷിണേന്ത്യ മുഴുവൻ അദ്ദേഹത്തെ താരമാക്കി. പിന്നീട് ശങ്കർ സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായി. ജയൻ, നസീർ, മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് മുതൽ പൃഥ്വിരാജ് വരെ മോളിവുഡിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും അഭിനയവേദി പങ്കിട്ടു. വ്യക്തിജീവിതത്തിലും നർമ്മം കാത്തുസൂക്ഷിച്ച ഹനീഫ സിനിമയ്ക്ക് മാത്രമല്ല ചങ്ങാതിമാർക്കും പകരം വെക്കാനില്ലാത്ത നഷ്ടമാണ്. 1.5 പതിറ്റാണ്ടാവുമ്പോഴും ഹനീഫയ്ക്ക് പകരക്കാരനില്ല. ആ ചിരിയും ശബ്ദവും പകർന്നാടിയ വേഷങ്ങളും. കാലാതിർടൈൻമെന്റ് ഡെസ്ക്, TCV. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് ഗുരുവായൂർ തൈക്കാട് സാംസ്കാരിക കൂട്ടായ്മ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. രക്ഷാധികാരി PK ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് തോമസ് ആളൂർ അധ്യക്ഷത വഹിച്ചു. ലീഗൽ അഭിഭാഷകരായ അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ജനറൽ സെക്രട്ടറി റഫീഖ് കൊളംബോ, ട്രഷറർ സജി ഉണ്ണീരി, മോഹനൻ ഫ്രണ്ട്സ്, അസ്കർ കൊളംബോ തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടായ്മ വാർഷികത്തോടനുബന്ധിച്ച് അർഹതപ്പെട്ടവർക്ക് ഓഫീസ് വഴി മെഡിക്കൽ ഉപകരണങ്ങൾ സൗജന്യമായി നൽകും. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ജസ്റ്റിൻ ജേക്കബിന് സ്വീകരണം നൽകി. BJP ജില്ലാ ട്രഷറർ KR അനീഷ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ MR വിശ്വൻ അധ്യക്ഷത വഹിച്ചു. സർജു തോയക്കാവ്, പ്രമോദ് ആനയടത്തയിൽ, സബീഷ് മരതയൂർ, സുജിത് പണ്ടൊരിക്കൽ, പ്രവീൺ പറങ്ങനാട്ട്, KS ധനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TV ഗണേശൻ, ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി, സിന്ധു സുനിൽ, അമൃത മോഹൻലാൽ, EV മോഹനൻ, PS ബേബി, KK ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം വെസ്റ്റ് SN സ്മാരകം UP സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. വിജ്ഞാനവേദി ഗ്രാൻഡ് ഫിനാലെയിൽ വിജയികളായവർക്ക് വലപ്പാട് AEO KV അമ്പിളി സമ്മാനദാനം നിർവഹിച്ചു. NV ജ്യോതി, പ്രധാനാധ്യാപിക CT സംഗീത, സ്റ്റാഫ് സെക്രട്ടറി TV വിനോദ്, സ്കൂൾ മാനേജർ PR സജീവ് എന്നിവർ സംസാരിച്ചു. രേഖാചിത്രം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് രാമു സുനിലിനെ ആദരിച്ച് കിഴക്കുംപാട്ടുകര അഭയം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. പ്രൊഫസർ I ഷൺമുഖദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ യതീന്ദ്രദാസ് അധ്യക്ഷനായി. പ്രൊഫസർ I ഷൺമുഖദാസ് രാമു സുനിലിന് ഉപഹാരം സമർപ്പിക്കുകയും പ്രൊഫസർ യതീന്ദ്രദാസ് പൊന്നാട അണിയിക്കുകയും ചെയ്തു. ഡോക്ടർ ലതാ രാജൻ, പ്രൊഫസർ മോഹനൻ, ഡോക്ടർ ജഗദീഷ് രാജ് എന്നിവർ സംസാരിച്ചു. പ്രശസ്തമായ മച്ചാട് തിരുവാണിക്കാവ് പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പഞ്ചാരി മേളത്തിന് ചൊവ്വല്ലൂർ മോഹന വാര്യർ നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദ ഊട്ടും ഈ വർഷത്തെ കൂപ്പൺ നറുക്കെടുപ്പും നടന്നു. പ്രസിഡന്റ് K രാമചന്ദ്രൻ, സെക്രട്ടറി TS ജയൻ, ട്രഷറർ CA നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. മച്ചാട് മാമാങ്കത്തിന് ഈ വർഷം നേതൃത്വം കൊടുക്കുന്നത് പുന്നംപറമ്പ് വിഭാഗമാണ്. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 77ാമത് വാർഷികവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പും നടന്നു.
MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ എസ് നായർ അധ്യക്ഷയായി. നാടൻപാട്ട് കലാകാരൻ അനൂപ് പുതിയേടത്ത്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ എന്നിവർ സംസാരിച്ചു. എടമുട്ടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മില്ലറ്റ് കൃഷി ആരംഭിച്ചു. വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ വിത്ത് വിതയ്ക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് സുജിത് പുല്ലാട്ട് അധ്യക്ഷത വഹിച്ചു. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ പോഷകസമ്പന്നമായ മില്ലറ്റുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി എടൂട്ടം റെസിഡൻസ് അസോസിയേഷൻ, സംസ്ഥാന മില്ലറ്റ് മിഷൻ, വലപ്പാട് കൃഷിഭവൻ, കേരള കാർഷിക സർവകലാശാല എന്നീ സ്ഥാപനങ്ങളുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് മില്ലറ്റ് കൃഷി ഇറക്കിയത്. സ്വതന്ത്ര കാർഷിക ഗവേഷകനും മേഖലയിലെ കർഷകനുമായ മനോജ് കുമാർ, കൃഷി കോർഡിനേറ്റർ മുരളി തയ്യിൽ, സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ, കൃഷി ഗ്രൂപ്പ് അംഗങ്ങളായ രാജേന്ദ്ര ബാബു, KT ജോൺസൺ, KJ ക്ലെമൻ, KS ഷാജു, ഷഹാന ഷാജു, സീന മണികണ്ഠൻ, NV ഗോപി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാർഷിക സർവകലാശാല എക്കണോമിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഇന്ദുലേഖ മില്ലറ്റ് കൃഷി രീതികൾ, പോഷക ഗുണങ്ങൾ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അല്ലെങ്കിൽ മില്ലറ്റ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് അതിൽ തന്നെ വലുതും ചെറുതും. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം മേധാവി സദ്ഭവാനന്ദ, ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് PV സത്യൻ, പ്രിൻസിപ്പാൾ T രേഖ, PTA പ്രസിഡന്റ് VP പ്രദീപ്, ഡോക്ടർ AC രഘു, PV സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിച്ച അധ്യാപകരെ ഉപഹാരം നൽകി ആദരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്ത് മികവ് തെളിയിച്ചവർക്കും ഉപഹാരം നൽകി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുരിയച്ചിറ പോപ്പ് ജോൺ LP സ്കൂളിന്റെ 57ാം വാർഷികം ആഘോഷിച്ചു. കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ ആൻസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക റീന CD, ഫാദർ ജോമോൻ താണിക്കൽ, സിസ്റ്റർ ഗ്രേസ് തോമസ്, ജോസി ചീനിക്കൽ, PR വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. മരിയാപുരം സെന്റ് ജോൺ ബോസ്കോ പള്ളിയിലെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ നടന്ന ദിവ്യബലിക്ക് ഫാദർ ബാബു അപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിബി ചെറുതൊട്ടിൽ സന്ദേശം നൽകി. വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണവും നടക്കും. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ നോബി അമ്പൂക്കൻ, സഹവികാരി ഫാദർ ഹാർഡ്ലി നീലങ്കാവൽ എന്നിവർ നേതൃത്വം നൽകി. ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ മണലൂർ ഏരിയ പ്രവർത്തക യോഗം പൂവത്തൂരിൽ ചേർന്നു. ഷോപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുക, തൊഴിലാളികളുടെ ക്ഷേമനിധിയുടെ പോരായ്മകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രവർത്തക യോഗം മുന്നോട്ടുവച്ചു. 20-ന് നടക്കുന്ന കളക്ടറേറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി C സുമേഷ് പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഏരിയ സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. BR സന്തോഷ്, ശോഭ രഞ്ജിത്ത്, ചെറുപുഷ്പം ജോണി, NP രമേശ് എന്നിവർ സംസാരിച്ചു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് അക്കിക്കാവ് നന്മ ക്ലബിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായവും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി. എഴുത്തുകാരി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നന്മ ക്ലബ് പ്രസിഡന്റ് VM സുനിൽ അധ്യക്ഷത വഹിച്ചു. P പ്രവീൺകുമാർ, PM അബ്ബാസ്, KA ജ്യോതിഷ്, ഡോക്ടർ പോൾ റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസവും വർഗീയ രൂപവൽക്കരണവും എന്ന വിഷയത്തിൽ കാട്ടക്കാമ്പാൽ ചിറക്കലിൽ സെമിനാർ നടന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പൂത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MN സത്യൻ, M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, കാട്ടക്കാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ഏരിയ കമ്മിറ്റി അംഗം CG രഘുനാഥ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയെ വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. AICTU അഖിലേന്ത്യാ സെക്രട്ടറി PK സായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് MS ഷാഹുൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് VK ഭാസ്കരൻ, ഇടപ്പള്ളി ബഷീർ, KK മോഹനൻ, NK രാധാകൃഷ്ണൻ, PA ജോസഫ്, TV ഹരിദാസൻ, TK സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ മാന്നാമംഗലത്ത് അക്രമകാരിയായ മലയണ്ണാനെ പിടികൂടി. കഴിഞ്ഞ ദിവസം മലയണ്ണാന്റെ ആക്രമണത്തിൽ കുരുമുളക് പറിക്കുന്നതിനിടെ മാന്നാമംഗലം സ്വദേശി വൈനിലത്തിൽ മത്തായിക്ക് പരിക്കേറ്റിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഫോറസ്റ്റ് ഓഫീസർ ഷാജഹാൻ, S രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് അധികൃതർ കെണിവെച്ചാണ് മലയണ്ണാനെ പിടികൂടിയത്.
വ്യാജരേഖ ചമച്ച ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി നേടിയ ഉദ്യോഗസ്ഥനെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുറത്താക്കി. ദേവസ്വത്തിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ജോലി ചെയ്യുന്ന കോലഴി കാട്ടുങ്ങൽ വീട്ടിൽ അനൂപ് ചന്ദ്രനെയാണ് ബോർഡ് പുറത്താക്കിയത്. ബോർഡ് നടത്തുന്ന പരീക്ഷകളിൽ നിന്ന് ഇയാളെ ഡീബാർ ചെയ്തു. കഴിഞ്ഞ ജനുവരി 23 ചേർന്ന റിക്രൂട്ട്മെന്റ് ബോർഡ് യോഗമാണ് ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. വ്യാജരേഖ ഉപയോഗിച്ച് ജോലി നേടി തന്റെ അവസരം തട്ടിയെടുത്തെന്ന് ആരോപിച്ച് ഒരു ഉദ്യോഗാർത്ഥി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതി വിജിലൻസിനോട് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജരേഖ ഉപയോഗിച്ചാണ് അനൂപ് ജോലിയിൽ പ്രവേശിച്ചതെന്ന് കണ്ടെത്തിയത്. വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡ് നടപടിയെടുത്തത്. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നതകുല ജാതൻ മന്ത്രിയാകണമെന്ന വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആദിവാസി ക്ഷേമ വകുപ്പ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നെന്നും ഉന്നതകുല ജാതൻ വകുപ്പ് മന്ത്രിയായാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഡൽഹി മയൂർ വിഹാറിൽ BJP കേരള ഘടകം സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് മന്ത്രിയുടെ പരാമർശങ്ങൾ. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നാക്ക ജാതികളുടെ ഉന്നമനത്തിനായി മന്ത്രിയാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അവരുടെ ഒരു സോളിന്റെ ഇന്റഗ്രിറ്റി നമ്മൾ അളന്നാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടത്. മാറി മറിഞ്ഞ് വന്നപ്പോ BK നായർ വോട്ട് ചെയ്തിട്ടുണ്ട്, കൃഷ്ണകുമാർ സാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിരപ്പള്ളി പഞ്ചായത്ത്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ട്രൈബൽ മെന്റൽ ഹെൽത്ത് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. ആദിവാസി സമൂഹത്തിന്റെ മാനസികാരോഗ്യം പരിപോഷിപ്പിക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിനും ലക്ഷ്യമിട്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. വാഴച്ചാൽ ഉന്നതി മൂപ്പത്തി ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ, ബ്ലോക്ക് മെമ്പർ ഷാൻഡി ജോസഫ്, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബിജു വാസുദേവൻ, മലക്കപ്പാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹബീബ് KA തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7700, പവന് 61,600. വെള്ളി ഗ്രാമിന് 101, പ്ലാറ്റിനം ഗ്രാമിന് 3,369 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിൽ വയനാട് ദുരന്ത ബാധിതരെ അവഗണിച്ചതിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ. രാജ്യത്ത് ഒരു ജനതയോടും ചെയ്യരുതാത്ത ക്രൂരതയാണ് ബജറ്റിലൂടെ കേന്ദ്രം ചെയ്തതെന്ന് മന്ത്രി. മാള ഡിസോൺ കലോത്സവ സംഘർഷവുമായി ബന്ധപ്പെട്ട ചേർപ്പ് SHOക്ക് സസ്പെൻഷൻ. KO പ്രദീപിനെയാണ് സസ്പെൻഡ് ചെയ്തത്. KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവത്തിലാണ് നടപടി. അപകടക്കെണിയായി നടുവിലാൽ ജംഗ്ഷനിൽ മാൻഹോളിന്റെ സ്ലാബ് തകർന്ന നിലയിൽ. തകർന്ന സ്ലാബ് മാറ്റാൻ അധികൃതർ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് പണി പൂർത്തിയാക്കിയ തിരുവല്ലുവാമലയിലെ സർക്കാർ അതിഥി മന്ദിരം നോക്കുകുത്തിയായി മാറുന്നു. 20 വർഷം മുൻപാണ് അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. സീനിയേഴ്സ് നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കുന്നംകുളത്ത് പുരോഗമിക്കുന്നു. ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.